കപ്പാസിറ്റൻസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ നോക്കുക. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ C = ε0A/d എന്നാണ് വരുന്നത്. ഇതൊരു ജനറൽ കേസ് മാത്രമാണ്. ഇപ്പോൾ സപ്പോസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൻ്റെ ആ ഒരു സ്പേസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ ഇരിക്കുന്നത്. ഈ സ്പേസിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഫില്ല് ചെയ്താൽ നിങ്ങൾ അതും കൂടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. K × ε0A/d എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇതല്ലാണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു സ്ലാബ് ഇറക്കി വയ്ക്കും, T തിക്നെസ് ഉള്ള ഒരു സ്ലാബ് ഇറക്കി വയ്ക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് വരുന്നതെന്നുള്ളത് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കപ്പാസിറ്റൻസ് ε0A / d - T + T/K എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഇറക്കുന്ന മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് K. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇതിൽ തന്നെ പല പല കേസസിലേക്ക് പോകാൻ പറ്റും. പാരലൽ സീരീസ് കോമ്പിനേഷൻസ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷൻ 1/C വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റെസിസ്റ്ററുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അതുപോലെ തന്നെ പാരലൽ ചെയ്യുന്ന സമയത്ത് C1 + C2 ആണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പല പല കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. വീസ്റ്റോൺ ബ്രിഡ്ജ് പോലുള്ള കണ്ടീഷൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ U = പല ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ½ QV യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ½ CV² യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Q²/2C യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനർജി കണ്ടുപിടിക്കാം. സോ ഗിവൺ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നിങ്ങൾ ഇക്വേഷൻ ചൂസ് ചെയ്യേണ്ടത്. എല്ലാ ചാപ്റ്ററിൻ്റെയും ന്യൂമറിക്കൽസിനും ആപ്ലിക്കേഷൻസിനും കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്ത് ചെയ്ത് പഠിക്കാം. അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പോർഷൻ്റെ ഡെറിവേഷനോ ഇക്വേഷനോ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.